ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എക്സൈസ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യലിനായി എക്സൈസിന് മുന്നിൽ ഹാജരായി. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, തസ്ലീമയുമായി ബന്ധമുണ്ട് എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ഷൈൻ തയ്യാറായില്ല. ശ്രീനാഥ് ആകട്ടെ പറയാനുള്ളത് എക്സൈസിന് മുന്നിൽ പറയാമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമയുമായുള്ള ബന്ധത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നത്? ശ്രീജ, ഏപ്രിൽ 1 പുറത്തുവന്ന ന്യൂസ് 18 പുറത്തുവിട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ആദ്യ സ്ഥിരീകരണം ഉൾപ്പെടെ നമുക്ക് ന്യൂസ് 18ലൂടെയാണ് പുറത്തേക്ക് വന്നത്. പിന്നീട് ആ കേസ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ ആഴങ്ങളിലേക്കുള്ള ഒരു വേരുകളുള്ള ഒരു കേസായി മാറി അന്വേഷണ ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തി എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് ഇവരെ പിടിക്കുന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് സ്ഥിരീകരിച്ചത് തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ ബന്ധങ്ങളുണ്ട്, സിനിമാ മേഖലയും സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടകലർന്ന് കിടക്കുന്ന ബന്ധങ്ങളുള്ള ഒരു ലഹരി വിൽപ്പനക്കാരിയാണ് തസ്ലീമ സുൽത്താന എന്നുള്ളതാണ് എക്സൈസ് സ്ഥിരീകരിച്ചത്. എക്സൈസ് സംഘം ഇവരെ ഓമനപ്പുഴയിൽ അർദ്ധരാത്രിയോടുകൂടി ഏപ്രിൽ 1 രാത്രി ഇവരെ പിടിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് ന്യൂസ് 18 വാർത്താ സംഘവും അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ തുടക്കത്തിൽ ഇവരെ ആ റിസോർട്ടിന് പുറത്തു നിർത്തി ഇവരോട് വിശദാംശങ്ങൾ ചോദിച്ചറിയുന്ന ഘട്ടത്തിൽ പോലും നമുക്ക് സിനിമാ മേഖലയുമായുള്ള അടുത്ത ബന്ധം തസ്ലീമ അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ ഒരു സംഭവത്തിൽ സിനിമാ മേഖലയ്ക്ക് ഇതിനകത്ത് വലിയ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിട്ടതിനു ശേഷം പിന്നീട് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ഉൾപ്പെടെയുള്ള സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രീനാഥ് ഭാസി ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ചലച്ചിത്ര താരങ്ങളുമായി ലഹരി ഇടപാടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തു. ആ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ആ കേസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് തസ്ലീമ സുൽത്താനെയും ഒപ്പം തന്നെ ഭർത്താവും ഒപ്പം ലഹരിക്കടത്തിൽ തസ്ലീമയുടെ പങ്കാളിയുമായ സുൽത്താൻ അക്ബർ അലി ഒപ്പം ഇവരെ സഹായിച്ച ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസിനെയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏപ്രിൽ 1 രാത്രി ഇവർ പിടിയിലാകുന്നു. ഏപ്രിൽ 2 ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പ്രതികളെ കഴിഞ്ഞ ദിവസമാണ്, ദീർഘമായ കാലയളവിന് ശേഷം ഈ കേസുകളിൽ അന്വേഷണം നടത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് തന്നെ അനൌദ്യോഗികമായി എക്സൈസ് ഉദ്യോഗസ്ഥർ ചലച്ചിത്ര താരങ്ങൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കുള്ള ഘട്ടത്തിലേക്കാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അത് പിന്നീട് അവർക്ക് കഴിഞ്ഞ ആഴ്ച അവസാനത്തോടുകൂടി നോട്ടീസ് നൽകുകയും ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് എക്സൈസ് ആസ്ഥാനത്ത് ഹാജരായിട്ടുള്ളവർ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ തസ്ലീമയുമായി അടുത്ത ബന്ധമുള്ള മോഡലായ പാലക്കാട് സ്വദേശി സൗമ്യയുമാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. തസ്ലീമയിൽ നിന്നും തസ്ലീമയുടെ ഫോണിൽ നിന്നും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. 3 പേരും എത്തിയിട്ടുള്ളത് അഭിഭാഷകരുമായി ആണ്. 2 പേരും എത്തിയിട്ടുള്ളത്, ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും എത്തിയിട്ടുള്ളത് അഭിഭാഷകരുമായാണ്. തസ്ലീമയെ സംബന്ധിച്ച് അറിയുമോ എന്നുള്ള ചോദ്യത്തിന് ഷൈൻ ടോം ചാക്കോ കൃത്യമായ ഒരു മറുപടി നൽകിയില്ല. എന്നാൽ തസ്ലീമയെ അറിയില്ല എന്ന് അയാൾ പറയുകയും ചെയ്തില്ല. ഒരു മൗനം പാലിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ശ്രീനാഥ് ഭാസി അത്തരത്തിൽ തസ്ലീമയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് താൻ സംസാരിക്കും, താൻ വിശദീകരിക്കും എന്നുള്ള മറുപടിയാണ് നൽകിയത്. ഈ സൗമ്യ നൽകിയ പ്രതികരണം
കാരണം തസ്ലീമയുമായി ആദ്യം 6 മാസത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് ചെറുതിലെ മുതൽ അറിയാം എന്നുള്ള ഒരു പ്രതികരണം തന്നു. പക്ഷെ തനിക്ക് ലഹരി ഇടപാടുകൾ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എക്സൈസ് ലഹരി ഇടപാടുകൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നടന്മാരുമായി ബന്ധപ്പെട്ടുള്ള ചില ചാറ്റുകൾ, ഇടപാടുകൾ, പണം പറഞ്ഞുറപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യുന്ന നടന്മാരിൽ ഒരാളുമായി സാമ്പത്തികമായി, അതായത് ഇവർ ഈ ഹൈബ്രിഡ് കഞ്ചാവിനെ സംബന്ധിച്ച് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചുള്ള ചർച്ചകളും പണമിടപാടുകളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് എന്നുള്ള പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ഒരു ചില ആളുകളിലേക്ക് ഈ കുരുക്ക് മുറുകുന്ന രീതിയിലുള്ള വിശദാംശങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് നമുക്കറിയാം, മാധ്യമങ്ങൾ തന്നെ എക്സൈസ് ഇവർക്ക് നോട്ടീസ് അയക്കുമെന്നുള്ള വാർത്ത പുറത്തുവിട്ട ഘട്ടത്തിൽ തന്നെ ശ്രീനാഥ് വാസി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യം, അതായത് എക്സൈസിന്റെ നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷം അതിനും ദിവസങ്ങൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷമാണ് പിന്നീട് എക്സൈസ് ഇവർക്ക് എല്ലാവർക്കും നോട്ടീസ് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ പ്രധാനമായും 5 പേർക്കാണ് എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അത് ഇന്ന് എത്തിയിരിക്കുന്ന 3 പേർ, ഈ 2 ചലച്ചിത്ര താരങ്ങളും മോഡലും ഉൾപ്പെടെയുള്ള 3 പേർ. മറ്റൊന്ന് ടെലിവിഷൻ രംഗത്തെ റിയാലിറ്റി ഷോയിലൂടെ വിജയിച്ച ബിഗ് ബോസ് താരമായ ജിൻഡോയും, ഇയാൾ ചലച്ചിത്ര താരങ്ങളുടെ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ്. ഈ ജിൻഡോയുമായുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ജിൻഡോയ്ക്കും ഒപ്പം ഒരു നിർമ്മാതാവായ ജോഷിയുമാണ് നാളെ ഹാജരാകുക. ഇവർ 2 പേർക്കും നാളെ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസുമാണ് നൽകിയിട്ടുള്ളത്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ വളരെ നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി ഈ ചലച്ചിത്ര താരങ്ങൾ എത്തി എന്നുള്ളതാണ്. അവരെത്തി 1 മണിക്കൂറിനോളം ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അശോക് കുമാർ എത്തിയിട്ടുള്ളത്. 10 മണിക്കാണ് എത്താൻ നോട്ടീസ് നൽകിയെങ്കിലും വളരെ നേരത്തെ തന്നെ ഇവർ എത്തി എന്നുള്ളതാണ്. അന്വേഷണവുമായി സഹകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ശ്രീനാഥ് വാസി ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് താൻ പറയാനുള്ള കാര്യങ്ങൾ താൻ പറയും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഷൈൻ എത്തിയതെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ആലപ്പുഴയിലെ ഓമനപ്പുഴയിൽ ഉണ്ടായ ഈ ലഹരിക്കടത്ത് കേസുമായി കണക്റ്റഡ് ആയി തന്നെയാണ് കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ എടുത്ത ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു കണ്ടെത്തലായിരുന്നു ഈ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന ഉണ്ട് എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കേസും ഇവിടെ നിന്ന് ഈ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് കണക്റ്റഡായി കിട്ടിയ ഇൻഫർമേഷൻസ് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഈ സിനിമാ മേഖലയിലെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ ഇതെല്ലാം തന്നെ കൊച്ചിയിലെ കേസും ഇവിടുത്തെ കേസും ഒക്കെ കണക്റ്റഡായി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ കൊച്ചിയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും അന്വേഷണം, അതായത് പ്രമുഖ താരങ്ങൾ ഇവർ മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന പ്രതികർക്കപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പല പ്രമുഖരും അവിടെ എത്തുന്നുണ്ട്, ലഹരി ഉപയോഗം നടത്തുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഈ കേസുമായി, ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് തന്നെ കിട്ടിയ വിവരവുമായി ബന്ധപ്പെട്ടുള്ള കണക്റ്റഡ് ഇൻഫർമേഷൻ ആണ് എന്നുള്ളതും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സംവിധായകർ ഉൾപ്പെടെ ഉള്ളവർ വലയിലായ സംഭവം അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും തസ്ലീമ സുൽത്താന, നമ്മളിപ്പോൾ ആദ്യ ഘട്ടത്തിൽ തസ്ലീമയെ പിടികൂടിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ മഹേഷ്, എക്സൈസ് കോഡ് CI മഹേഷിനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് തുടക്കം മുതൽ തന്നെ തസ്ലീമ ഇവരുമായുള്ള ചലച്ചിത്ര താരങ്ങളുമായുള്ള ലഹരി ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ആ നിലപാടിൽ മാറ്റമില്ല, അതേ അവർ ആ മൊഴികളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹവും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതായത് ഷൈൻ എത്തിയത് ഡി അഡിക്ഷൻ സെന്ററിലാണ്, അതുകൊണ്ട് നേരത്തെ മടങ്ങി പോകണം എന്നുള്ള ആവശ്യം എക്സൈസിന് മുന്നിലേക്ക് വെക്കുമെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അശോക് കുമാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അത് ചോദിച്ചറിഞ്ഞ് പൂർത്തിയായ, അതായത് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം മാത്രമേ എല്ലാവരെയും മടക്കി അയക്കുകയുള്ളൂ എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തണമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തും എന്നുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലേക്ക് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ നേതൃത്വത്തിലുള്ള സംഘം കടന്നിട്ടുണ്ട്. ശ്രീജ.
ശരണ്യ സ്നേഹജനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരാവുന്നത് മലയാള സിനിമയിലെ പ്രമുഖരായ നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുമാണ്. ഇവർക്കൊപ്പം ഈ തസ്ലീമ അവരുടെ മൊഴിയിൽ പരാമർശിച്ച സൗമ്യ എന്ന മോഡൽ കൂടി ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുണ്ട്. ആദ്യം ഇവരോടൊക്കെ പ്രതികരണം തേടിയിരുന്നു. തസ്ലീമയുമായി ബന്ധമുണ്ട് എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ഷൈൻ ടോം ചാക്കോ തയ്യാറായില്ല. ബംഗളൂരുവിൽ നിന്നാണ് വന്നത് എന്നതാണ് കിട്ടിയിട്ടുള്ള വിവരം. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കട്ടെ എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ പ്രതികരണം. ഇതെന്താ നിങ്ങളെ പ്ലീസ് പ്ലീസ് മാറും തസ്ലീമയെ അറിയാമെന്ന് മോഡലായ സൗമ്യ പ്രതികരിച്ചു. അറിയാം, കൊച്ചിയിൽ വന്നിട്ട് അറിയാം. തസ്ലീമ ആദ്യം മുതലുള്ള മൊഴികളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. 5 പേർക്കെതിരെയാണ് മൊഴി തന്നിട്ടുള്ളത്. അതെ അതെ, ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, പിന്നെ ഒരു മോഡൽ. ആദ്യഘട്ടത്തിൽ 3 പേരെ മൊഴിയാണ് തന്നിട്ടുള്ളത്. അതെ, ഇന്ന് 3 പേരെ ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആണ്, ചോദിച്ചറിയാൻ പറ്റും. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയും ലഹരി സംഘവുമായി സിനിമാ മേഖലയിലുള്ളവരുടെ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഉള്ള വാർത്ത ന്യൂസ് 18 ആണ് ആദ്യം പുറത്തുവിട്ടത്. ഏപ്രിൽ 2 രാവിലെ സംപ്രേഷണം ചെയ്ത ആ വാർത്തയിലേക്ക്. ഈ ഡ്രഗ്സ് അവർ ഉപയോഗിക്കുന്നത് എറണാകുളത്ത് സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നൽകാനാണ് ഉപയോഗിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർക്ക് മുൻ കേസുണ്ട്. അതിന് പേര് റിമാൻഡിലായിരുന്നു. അപ്പോൾ ഈ ഡ്രഗ്സിന്റെ പേരിലും ഒരു സാധാരണ അവിടെയുള്ള സ്ത്രീകൾക്ക് ഡ്രഗ്സ് നൽകിയാണ് സെക്സ് റാക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഞങ്ങൾക്ക് വിവരം. ഒരു സിനിമാ ബന്ധങ്ങളും അത് അന്വേഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. മറ്റ് വാർത്തകളിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൊച്ചിയിലും ഇന്നലെ എക്സൈസിന്റെ ഭാഗത്തു നിന്ന് പരിശോധന ഉണ്ടായത്. ഈ തസ്ലീമയുടെ മൊഴി അനുസരിച്ചാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലേക്കും അന്വേഷണം നീണ്ടത് എന്നൊക്കെയാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്തായാലും സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ച ആളെ കണ്ടെത്താനാണ് എക്സൈസിന്റെ അടുത്ത നീക്കം. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം ഈ സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഫ്ളാറ്റ് ഉടമയായ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെയും ചോദ്യം ചെയ്യും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സിനിമയുമായി ഈ ലഹരി ശൃംഖലയ്ക്കുള്ള ബന്ധത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ ആലപ്പുഴയിൽ നടത്തുമ്പോഴാണ് അവിടെ നിന്ന് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കൊച്ചിയിലെ പരിശോധന എന്നൊക്കെ അറിയുന്നത്. അവിടെ കൊച്ചിയിൽ ഇന്നലെ ഈ 2 പ്രമുഖ സംവിധായകരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ എന്തൊക്കെയാണ് എക്സൈസിന്റെ നീക്കങ്ങൾ? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് എന്ന് പ്രധാനമായും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ഈ തെളിവുകൾ അടക്കം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും ഇതിന്റെ റിപ്പോർട്ട് കോടതിക്ക് നൽകേണ്ടതുമുണ്ട്. വിശദമായ രീതിയിലുള്ള റിപ്പോർട്ട് കോടതിക്ക് നൽകേണ്ടതുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നീക്കങ്ങളാണ് കോടതിയിൽ ഇന്ന് നടക്കുക. കോടതിയിൽ ഇത് റിപ്പോർട്ട് സമർപ്പിക്കും. ഒപ്പം തന്നെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇനി ചോദ്യം ചെയ്യേണ്ടവരുടെ കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്ത കൊച്ചി സ്വദേശി, ഇയാൾ സ്ഥിരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഡീലറാണ് എന്നാണ് പോലീസ് എക്സൈസ് സംഘം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാളെക്കുറിച്ചും ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് കോടതിയുടെ അനുമതിയോടെയാണ്
സമീർ താഹിറിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുക, ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകുക എന്നാണ്. ഹാജരാകേണ്ടത് എക്സൈസ് ഓഫീസിലെ ഏത് ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം, ഏത് അടിസ്ഥാനത്തിലാണ്, കാരണം അദ്ദേഹത്തിന്റെ കൂടി ചുമതലയിലുള്ളതാണ് ഈ ഒരു ഫ്ളാറ്റ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സമീർ താഹിർ ഹാജരാകേണ്ട സാഹചര്യവും എന്ന് ഹാജരാകണം, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം എന്നതെല്ലാം കാണിച്ചുള്ള നോട്ടീസ് അയക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കോടതിയിലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് കോടതിയുടെ അനുമതിയോടുകൂടി നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങളിലേക്ക് എക്സൈസ് കടക്കുകയും ചെയ്യും. എക്സൈസ് സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വളരെ തിടുക്കപ്പെട്ടുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങാതെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി തെളിവുകൾ വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു കൊടുത്തയാൾ, അയാളെക്കുറിച്ചുള്ള വ്യക്തമായ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുക എന്നതാണ് എക്സൈസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. കൊച്ചി സ്വദേശി എന്നാണ് എക്സൈസ് സംഘത്തിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇയാൾ മറ്റ് ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ മറ്റ് കണ്ണികൾ ആരൊക്കെയാണ്, എവിടെ നിന്നാണ് ഇയാൾ ഈ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത്, ആർക്കൊക്കെ വിതരണം ചെയ്യുന്നു. പോലീസിനുള്ള എക്സൈസ് സംഘത്തിനുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇയാൾക്ക് ഈ ഉന്നതരായിട്ട് വലിയ രീതിയിലുള്ള ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ലഹരി എത്തിക്കുന്ന ഇടനിലക്കാരൻ തന്നെയാണ് എന്നതാണ് എക്സൈസ് സംഘത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ആലപ്പുഴയിൽ പിടിയിലായ തസ്ലിമ അടക്കമുള്ള ആളുകൾ, അപ്പോൾ ഇവരെല്ലാമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആ കണ്ണികളിൽപ്പെട്ട ആൾ തന്നെയാണ് ഇയാൾ എന്ന് തന്നെയാണ് എക്സൈസ് സംഘം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ പേര് ഇതിൽപ്പെട്ടിട്ടുണ്ടാകാം, ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണവും തുടരുകയാണ്. എന്തായാലും ഇത് സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെയാണ് ഇയാൾ എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പലരുമായും ഇയാൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഈ ആരൊക്കെയാണ് ഇടപാടുകാർ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരന്വേഷണം നടക്കുന്നുണ്ട്. അത് ഇയാളെ പിടികിട്ടിയാൽ കൃത്യമായ രീതിയിലേക്കുള്ള മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇയാളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കുക, അതിനുശേഷം ചോദ്യം ചെയ്തതിന് ശേഷം മറ്റ് സംവിധായകരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 2 സംവിധായകരെയും ഒപ്പം അവർക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെയും അടക്കം ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും. അത് ഈ ഒരു നടപടികൾക്ക് ശേഷമായിരിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ സമീർ താഹിറിനടക്കം നോട്ടീസ് നൽകി വിളിപ്പിച്ചതിന് ശേഷമായിരിക്കാം തുടർ നടപടികളിലേക്ക് നീങ്ങുക. അതിനു മുൻപായി എത്രയും വേഗം ഈ ഇടപാടുകാരനെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് എക്സൈസ് സംഘം ഇപ്പോഴുള്ളത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അയാളെ കൂടി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പ്രമുഖ സംവിധായകർ കഞ്ചാവുമായി പിടിയിലായതിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകം. കഞ്ചാവുമായി എത്തിയ പ്രവാസിയെ പിടികൂടാനാണ് എക്സൈസ് സംഘം ഫ്ളാറ്റിലെത്തിയതെന്നാണ് വിവരം. സംവിധായകർക്കൊപ്പം അറസ്റ്റിലായ ഷാലിഖ് മുഹമ്മദ് പ്രവാസിയാണ്. അതേസമയം ഇവർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയ ആളെപ്പറ്റിയും നേരത്തെ പറഞ്ഞതുപോലെ എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചയാകുന്നതിനിടെയാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലാകുന്നത്. ഇവരെ പിടികൂടിയ ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ സിനിമാ പ്രവർത്തകർ സിനിമാ ചർച്ചകൾക്കായി നിരന്തരം എത്താറുണ്ടെന്നാണ് വിവരം. ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റാണിത്. എക്സൈസ് സംഘം ഫ്ളാറ്റിലെത്തുമ്പോൾ സമീർ താഹിർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാളുടെ അറിവോടെയാണോ സംവിധായകർ ലഹരി ഉപയോഗിച്ചതെന്ന് അന്വേഷിക്കുന്നുണ്ട്. സമീർ താഹിറിനെയും എക്സൈസ് സംഘം ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം ഓസ്ട്രേലിയൻ പ്രവാസിയായ മലയാളി ലഹരി എത്തിക്കുന്നുവെന്ന വിവരമാണ് എക്സൈസിന് ലഭിച്ചത്. സംവിധായകർക്കൊപ്പം അറസ്റ്റിലായ ഖാലിദ് മുഹമ്മദ് പ്രവാസിയാണ്. ഖാലിദ് മുഹമ്മദിന് ലഹരി നൽകിയ വ്യക്തിയെ അന്വേഷണ സംഘത്തിന് ഇതിനകം മനസ്സിലായിട്ടുണ്ട്. കുറഞ്ഞ അളവിലാണ് സംവിധായകരിൽ നിന്നും ലഹരി കണ്ടെടുത്തതെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെടുത്തത് വളരെ ഗൌരവകരമായാണ് അന്വേഷണ സംഘം കാണുന്നത്. ന്യൂസ് 18 കൊച്ചി. ആൾമാറാട്ടത്തിലൂടെ സിനിമയുടെ കളക്ഷൻ തുക തട്ടിയെടുത്ത വിതരണക്കാരനെതിരെ കേസെടുത്ത പോലീസ്. കൊല്ലം അഞ്ചൽ സ്വദേശി ഷമീമിനെതിരെയാണ് തട്ടിപ്പിന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. നെയ്യാർ ഫിലിംസിന്റെ ബാനറിൽ കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത വിരുന്ന് എന്ന സിനിമയുടെ കളക്ഷനായ 30 ലക്ഷം രൂപ ചിത്രത്തിന്റെ വിതരണക്കാരനെന്ന വ്യാജേന വിവിധ തിയേറ്ററുകളിൽ നിന്ന് പ്രതി തട്ടിയെടുത്തു എന്നാണ് പരാതി. തിയേറ്റർ കളക്ഷന്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനായി ഇൻവോയ്സസ് റേസ് ചെയ്തപ്പോഴാണ് തിയേറ്ററിൻ്റെ ഉടമകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് 72 ഫിലിംസിൻ്റെ ഓണറായ ഷമീം 30 ലക്ഷത്തോളം രൂപ ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്തതായി അറിയപ്പെടുന്നത്. ഞങ്ങൾ പല സമയം ഷമീമിനെ ബന്ധപ്പെടുകയും
ഷമീം ഈ കുറ്റം സമ്മതിക്കുകയും ആ എമൗണ്ട് ഉടനെ തിരിച്ചു തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഷമീമിൻ്റെ സൈഡിൽ നിന്നും ഒരു റെസ്പോൺസും കിട്ടാത്തതുകൊണ്ടാണ് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി ചൊല്ലുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വിവിധ തിയേറ്ററുകളിൽ നിന്നായി ബാങ്ക് ഇടപാടുകളിലൂടെയും ഗൂഗിൾ പേ വഴിയുമാണ് ഇയാൾ 30 ലക്ഷത്തോളം രൂപ കൈക്കലാക്കിയത്. നെയ്യാർ ഫിലിംസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീകാന്തിന്റെ പരാതിയിലാണ് കേസ്. 72 ഫിലിംസ് എന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഷമീം. ഇയാൾ മുൻപും സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചെന്നും കന്റോൺമെന്റ് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളത്ത് പോലീസുകാരനെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി. അതിരമ്പുഴ സ്വദേശി നിതിനെയാണ് പിക്കപ്പ് വാൻ ഇടിച്ചത്. പരിക്കേറ്റ നിതിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ. ഡാനി, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലാണ് വരുന്നത്. ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ശ്രീജ, ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത്. മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന KAP ബറ്റാലിയൻ ഉദ്യോഗസ്ഥനാണ് നിതിൻ. അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഈ പിക്കപ്പ് വാൻ വന്ന് ഈ അമിതവേഗത്തിൽ നമ്മൾ കാണുന്ന പോലെ ഇടിച്ച് തെറിപ്പിച്ച് കടന്നു പോവുകയും ചെയ്യുന്നത്. ഇതിന് വളരെ അടിയന്തരമായിട്ട് തന്നെ ശസ്ത്രക്രിയ അടക്കം വേണ്ടി വന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിതിൻ അപകടനില തരണം ചെയ്തു എന്നതാണ്. നമ്മൾ പിന്നീട് ആശുപത്രിയിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ വിവരം ലഭിക്കുന്നത് അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു എന്നൊരു ആശ്വാസ വാർത്ത ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനെല്ലാം തന്നെ സാധിച്ചതുകൊണ്ടാണ് അതേ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. പക്ഷേ ഇത് ആ ദൃശ്യങ്ങളും അപകടവും എല്ലാം തന്നെ ഞെട്ടിക്കുന്നതാണ്. അമിത വേഗത്തിൽ വരികയായിരുന്നു പിക്കപ്പ് വാൻ. ഇടിച്ചിട്ട് നിർത്താതെ പോയി എന്നത് തന്നെയാണ് അതിലൊരു വസ്തുത. പെട്ടെന്ന് കടന്നു കളയുക എന്ന രീതിയിൽ തന്നെ അവർ അത് അവിടെ വിട്ടു. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാനിനെ കുറിച്ചും വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മലയാറ്റൂർ പോലീസും അതോടൊപ്പം തന്നെ അങ്കമാലി പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ CCTV അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പിക്കപ്പ് വാൻ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അവർ ഇടിച്ചിട്ട് നിർത്താതെ പോകും, മനഃപൂർവ്വം തന്നെ കടന്നു കളയുകയായിരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് മലയാറ്റൂർ ഡ്യൂട്ടി കഴിഞ്ഞ് കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നിതിൻ എന്ന KAP ബറ്റാലിയനിലെ പോലീസുകാരനാണ് ഈ രീതിയിൽ അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റ് വാർത്തകളിലേക്ക് പോയാൽ അതിർത്തി ഇപ്പോഴും അശാന്തമാണ്. ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ അടുത്ത് സുരക്ഷാ സേന എത്തിയതായി വിവരങ്ങൾ. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 തവണ സേന ഭീകരർക്കരികിലെത്തി. ഇതിൽ ഒരു തവണ ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായതായും വിവരങ്ങളുണ്ട്. ഇതിനിടെ പാകിസ്ഥാനെ ചൈന പിന്തുണച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് ഇന്ത്യ. ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യയുടെ ഒരു മറുപടി ഇന്നുണ്ടായേക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ അതിർത്തിയിൽ കരാർ ലംഘിച്ച പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുമുണ്ട്. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ പിന്തുണ കിട്ടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം ചൈനയുടെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ ഉണ്ടാകുന്നു എന്ന രീതിയിലൊക്കെ സൂചനയുണ്ട്. മാത്രമല്ല, ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിലുള്ള അവിടെ കൊടുത്ത രേഖയിൽ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ പേരൊഴിവാക്കി എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ തങ്ങളുടെ ഭാഗത്ത് ആളെ കൂട്ടാനുള്ള ഒരു ശ്രമം ഇതിനിടെ നടത്തുന്നുണ്ടോ? അതെ ശ്രീജ, അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വരികയായിരുന്നു. അമേരിക്ക ആവട്ടെ, റഷ്യ ആകട്ടെ, ഇസ്രായേൽ ആകട്ടെ, അങ്ങനെ രാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ത്യക്ക് ഒപ്പം നിൽക്കുന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണ് കണ്ടത്. റഷ്യ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തണമെന്ന് പ്രതികരണം പോലും നടത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈന പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഇന്നലെ പാക് വിദേശകാര്യമന്ത്രി ചൈനീസ് സ്ഥാനപതിയുമായി ചർച്ച നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ്
ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചത്. ഇതിനുശേഷമാണ് ചൈനയുടെ പ്രതികരണം വന്നത്. ചൈന ഇക്കാര്യത്തിൽ അതായത് നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന പ്രതികരണമാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല പാകിസ്ഥാന്റെ പരമാധികാരം സംരക്ഷിക്കണമെന്നും അടുത്ത സുഹൃത്താണെന്ന പ്രതികരണവും ചൈന നടത്തി. ഇത് തീർച്ചയായും പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം ഈ ആക്രമണം ഉണ്ടായ ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നത്. അതിൽ പറഞ്ഞിരുന്ന കാര്യം നിഷ്പക്ഷ അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്നുള്ളതായിരുന്നു. അതിന് സമാനമായൊരു പ്രതികരണമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ചൈന ആദ്യമായല്ല സുരക്ഷാ കൗൺസിൽ, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പാകിസ്ഥാനൊപ്പം നിൽക്കുന്നൊരു നിലപാട് ചൈന സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കണം എന്നതായിരുന്നു ആ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് അന്വേഷണവുമായി സഹകരിക്കണമെന്നുള്ള ആ ഭാഗം, പ്രമേയത്തിലെ ഭാഗം നീക്കം ചെയ്യുക ചൈനയുടെ ഇടപെടലായിരുന്നു. അങ്ങനെ ചൈന പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു വരുന്നു. ഇത് ആദ്യമായല്ല, പല ഘട്ടങ്ങളിലായി ചൈന ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10 വർഷത്തേക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു നല്ല ബന്ധം തുടർന്നു പോരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിച്ചു അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവന ചൈനയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ കടുത്ത അതിർത്തിയുണ്ട്. സ്വാഭാവികമായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതികരണം ഇന്ന് ഉണ്ടാകേണ്ടതാണ്. ഒരുപക്ഷെ വിദേശകാര്യ വ്യക്തമായിരിക്കും, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി തന്നെ ഒരുപക്ഷെ പ്രതികരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്നലെ ഒരു നിർണായക കൂടിക്കാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്നിരുന്നു. പ്രതിരോധ മന്ത്രി ഇത്തരത്തിൽ സംയുക്ത സൈനിക മേധാവിയുമൊക്കെ അനിൽ ചൗഹാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിർത്തിയിലെ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയും ചെയ്തു. അതിന്റെ തുടർച്ച എന്നോണം ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. 11 മണിക്കാണ് കൂടിക്കാഴ്ച. അജിത് ഡോവലും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യ ശക്തമായ മറുപടി നൽകുമെന്ന് ഇന്നലെ മൻ കി ബാത്തിലടക്കം പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇന്ത്യയുടെ അടുത്ത നീക്കം, എപ്പോഴായിരിക്കും അടുത്ത നീക്കം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 11 മണിക്കാണ് ഈ നിർണായകമായ കൂടിക്കാഴ്ച ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീജ. രാകേഷ്, ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിർത്തിയിൽ ഇതിനിടെ പ്രകോപനം തുടരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇന്ത്യൻ സൈന്യം പലതവണ ഈ ഭീകരാക്രമണം നടത്തിയ ആളുകൾക്കരികിലേക്ക് എത്തി എന്നൊക്കെയാണ്. അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീജ, അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുണ്ട്. കാരണം ഇപ്പോൾ തുടർച്ചയായ 4ാം ദിവസമാണ് വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയന്ത്രണ രേഖയിൽ ഇന്നലെ 2 ജില്ലകളിലായാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഒന്ന് കുപ്വാരയിലും മറ്റൊന്ന് പൂഞ്ചിലും. ഈ 2 ഇടങ്ങളിലും പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനമുണ്ടായി. ശക്തമായ രീതിയിൽ ഇന്ത്യയും തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ സൈനിക വക്താവ് പ്രതികരിച്ചിരിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ഇത്തരത്തിൽ അതിർത്തിയിൽ പ്രകോപനം തുടരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ന് 11 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ അക്കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ അക്കാര്യം കൂടി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചേക്കും. അതായത് അതിർത്തിയിലെ സാഹചര്യമുണ്ട്, പാകിസ്ഥാന്റെ ഭാഗത്ത് തുടരുന്ന പ്രകോപനം ഒക്കെ തന്നെ ഇന്നത്തെ ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട്. ഒപ്പം ശ്രീ ചോദിച്ച മറ്റൊരു വിഷയം, അതിർത്തിയിൽ ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ കഴിഞ്ഞ 5 ദിവസമായി തന്നെ തുടരുകയാണ്. അതിൽ തന്നെ 4 തവണ ഭീകരരുടെ അടുത്തെത്തി സുരക്ഷാ സേന എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് 22-ാം തീയതി ആക്രമണം നടന്നു. അതിനുശേഷം ഇവർ തൊട്ടടുത്തുള്ള വനമേഖലയിലേക്ക് കടന്നു. അതിന് പിന്നാലെ തെരച്ചിൽ ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് പ്രദേശവാസികളുടെ വലിയ പിന്തുണ ഇക്കാര്യത്തിൽ സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇന്റലിജൻസിന്റെ വിവരങ്ങളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഇതിൽ ആദ്യം കണ്ടെത്തുന്ന അനന്ത്നാഗിലെ ഹാപത്നാർ ഗ്രാമത്തിൽ വെച്ചാണ് ഭീകരരെ കാണുന്നത്. അതിനുശേഷം അവരെ പിന്നീട് കുൽഗാമിൽ വെച്ച് കണ്ടെത്തി. കുൽഗാമിൽ വെച്ചാണ് വെടിവയ്പ്പിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയായിരുന്നു. കാരണം ഈ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ അത് ദുർഘടമായ മേഖലയാണ്, വനപ്രദേശമാണ്. മാത്രമല്ല ഈ ഭീകരർക്ക് ആ പ്രദേശം കൂടുതൽ പരിചിതവുമാണ്. അതിന്റെ ആനുകൂല്യത്തിൽ അവരവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം 2 ഇടങ്ങൾ കൂടി, ഒന്ന് കോഗർനാഗിലും മറ്റൊന്ന് ത്രാളിൽ വെച്ചും ഇവരെ കണ്ടെത്തി. പക്ഷെ പിടികൂടാൻ സാധിച്ചില്ല. ഏതായാലും ഇവർ തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ തന്നെ ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ സേനയെ എത്തിച്ച് തെരച്ചിൽ നടത്തും. ഒരുപക്ഷെ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും സൈന്യത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ കണ്ടെത്താനുള്ള, പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇടവേള.
കൊല്ലം ഓയൂരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയെ ഭർത്താവിന്റെ അമ്മയും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. സ്ത്രീധനത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് എസ് സുഭാഷാണ് ശിക്ഷ വിധിക്കുന്നത്. പൂയപ്പള്ളി ചരുവിള വീട്ടിൽ ലാലി, മകൻ ചന്തുലാൽ എന്നിവരാണ് പ്രതികൾ. 28 വയസ്സുള്ള തുഷാരയെ സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തി എന്നാണ് കേസ്. മരിക്കുന്ന സമയത്ത് 21 കിലോഗ്രാം മാത്രമായിരുന്നു തുഷാരയുടെ ഭാരം. സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ അതിക്രൂരമായി പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ ചന്തുലാലിന്റെ അച്ഛൻ കൂടി പ്രതിയായിരുന്നു. ഇയാളെ ഈ കേസ് നടക്കുന്നതിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇയാൾ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവായി. മറ്റ് 2 പേരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ന് ഇവർക്കുള്ള ശിക്ഷാവിധി കോടതി വിധിക്കും. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, കേരളം കേട്ടിട്ടില്ലാത്ത തരം ഒരു ക്രൂരതയായിരുന്നു തുഷാരയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ ഭർത്താവ് ചന്തുലാലും അമ്മയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? തീർച്ചയായും ശ്രീജ, ഇന്നാണ് ഈ കേസിൽ വിധി പറയുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡനമേറ്റ് ഒടുവിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവുക. തുഷാര എന്ന 28 വയസ്സുകാരിയെയാണ് ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതെന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് സുഭാഷാണ് ഇന്ന് ശിക്ഷ വിധിക്കുക. ഇത് സംഭവം പൂയപ്പള്ളി ചരുവിള വീട്ടിൽ ലാലി, ഇവരുടെ മകൻ 1-ാം പ്രതിയായ ചന്തുലാൽ എന്നിവരാണ് കുറ്റക്കാരായി കോടതി കണ്ടിരിക്കുന്നത്. 2013 തുഷാരയും ഈ ചന്തുലാലിന്റെയും വിവാഹം നടന്നത്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലാണ് കടുത്ത പീഡനവും ക്രൂര കൊലപാതകവും ഉണ്ടായതെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ശ്രീജ, സംഭവം ഇങ്ങനെയാണ്. വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധന തുകയിൽ 2 ലക്ഷം കുറവ് വന്നിരുന്നു. ഇത് ചന്തുലാലിന്റെ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. ഒടുവിൽ 3 വർഷത്തിനുള്ളിൽ ഈ പണം നൽകാമെന്ന ധാരണയിൽ ഈ തുഷാരയിൽ നിന്നും ഉടമ്പടി പത്രം വരെ ഇവർ ഒപ്പിട്ട് രേഖാമൂലം വാങ്ങിയിരുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ 3 മാസം കഴിഞ്ഞത് മുതൽ ഈ തുക ആവശ്യപ്പെട്ട് തുഷാരയും കുടുംബത്തെയും പ്രതികൾ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ എല്ലാ തെളിവുകളും നിരത്തിയായിരുന്നു ആ വാദം നടന്നത്. ഈ തുഷാരയുടെ 2 പെൺകുട്ടികളെ കാണാനോ കുഞ്ഞുങ്ങളെ താലോലിക്കാനോ പ്രതികൾ അനുവദിച്ചിരുന്നില്ല എന്നും അതുപോലെ തന്നെ തുഷാരയുടെ വീട്ടുകാരെ കാണാൻ പോലും പ്രതികൾ വിലക്കിയിരുന്നതായും കുറ്റപത്രത്തിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2019 മാർച്ച് 21 തുഷാര മരണപ്പെടുന്നത്. ഈ രാത്രി 1 മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ മൃതശരീരം അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും കണ്ടത് ശോഷിച്ച ഒരു അവസ്ഥയിലായിരുന്നു. അത് ഇവരെ വളരെയധികം വേദനപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പൂയപ്പള്ളി പോലീസിൽ ഇവർ പരാതി നൽകുന്നത്. പൂയപ്പള്ളി പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിലാണ് ഇത് ഒരു കൊലപാതകമാണെന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. അങ്ങനെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ശ്രീജ, ഈ മൃതശരീരത്തിന്റെ ഭാരം വെറും 21 കിലോഗ്രാം മാത്രമായിരുന്നു. ആമാശയത്തിൽ ഭക്ഷണ വസ്തുവിന്റെ അംശം പോലും ഇല്ലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. അതുപോലെ തന്നെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തി എന്ന് തെളിയിക്കാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ തെളിവായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതികൾ IPC 302, 304B, 344, 34 വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. എന്തായാലും ശിക്ഷ ഇന്നാണ് വിധിക്കുക. അതുപോലെ ഡിവൈഎസ്പിമാരായ ദിനേശ്, നാസറുദ്ദീൻ എന്നിവരായിരുന്നു ഇത് അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KB മഹേന്ദ്രനാണ് ഹാജരായത്. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. അതിക്രൂരമായി ഒരു പെൺകുട്ടിയെ, 2 മക്കളുടെ അമ്മയായ ഒരു യുവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് കോടതി ശിക്ഷ വിധിക്കുന്നത്. കോഴിക്കോട് കല്ലാച്ചിയിൽ യുവാവിന് വെട്ടേറ്റു. കല്ലാച്ചി സ്വദേശി കണിയാങ്കണ്ടിയിൽ രജീഷിനാണ് ഇന്നലെ രാത്രി വെട്ടേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രജീഷിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലാച്ചി സ്വദേശി കണിയാങ്കണ്ടിൽ രജീഷിനാണ് ഇന്നലെ രാത്രി വെട്ടേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രജീഷ് ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ അക്രമം നടത്തിയ 17-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരങ്ങൾ. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഈ തുടരെ വലിയ ചെറിയ പ്രകോപനങ്ങൾക്ക് മുകളിൽ
വളരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക. ഇതിപ്പോൾ ഒരു 17-കാരനാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത്. എന്താണ് സംഭവിച്ചത്? എന്തായാലും വലിയ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ കൗമാരത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷകർത്താക്കളായാലും അല്ലെങ്കിൽ അയൽവാസികളായാലും അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട ആരായാലും അവരോട് ബഹുമാനം ആദരവും കാട്ടുന്നില്ല എന്നത് മാത്രമല്ല, അവരെ അങ്ങേറ്റം കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് നമുക്ക് കല്ലാച്ചിയിലെ ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഈ 17 വയസ്സുള്ള ഈ യുവാവ് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വീട്ടുകാർക്കെതിരെയൊക്കെ വല്ലാത്ത രീതിയിൽ തിരിയുന്ന ഒരു സാഹചര്യം എത്തി. അപ്പോഴാണ് അയൽവാസിയായ രജീഷ് ഈ 17-കാരനെ നിയന്ത്രിക്കാനായി എത്തിയത്. അപ്പോൾ ഈ നിയന്ത്രണത്തിന് വിധേയമാകാൻ സമ്മതിക്കാതിരിക്കുകയും രജീഷിന് നേരെ ആക്രമിക്കുകയുമായിരുന്നു. കയ്യിലിരുന്ന വാക്കത്തി ഉപയോഗിച്ചാണ് ഇയാൾക്ക് നേരെ ആക്രമിച്ചത്. എന്തായാലും ഗുരുതരമായ പരുക്കാണ് ഈ രജീഷിനെ ഏറ്റിരിക്കുന്നത്. ഇയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ വീട്ടിലൊക്കെ ഈ കുട്ടികൾ പ്രകോപിതരാകുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കെതിരെയൊക്കെ പറയുമ്പോൾ അയൽവാസികളായ ആളുകളൊക്കെ, ഒരുപക്ഷെ മുതിർന്ന ആളുകളൊക്കെ ഇടപെട്ട് ഇവരെ ശാന്തരാക്കി സമാധാനിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഇപ്പോഴത്തെ പല കുട്ടികളും വഴങ്ങുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണം എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ വീട്ടിൽ എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കിയത്, ലഹരിമരുന്നടക്കമുള്ളവയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും വളരെ വിശദമായി തന്നെ ഇക്കാര്യത്തിലും അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. രജീഷിന്റെ അപകടനില ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും കൃത്യമായ ഒരു ചികിത്സയിൽ തന്നെയാണ് ഉള്ളത്. ശ്രീജ. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയുടെ കൂടി വിവരങ്ങൾ അനീഷിൽ നിന്ന് തേടാം. അത് കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തെ പടക്കമെറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. പ്രതികളായ ആട് ഷമീറും സംഘവും മറ്റൊരു കൊട്ടേഷനായി പോകുന്നതിനിടെ വിവാഹ സംഘത്തിന്റെ വാഹനം മൂലം ഗതാഗത കുരുക്കിൽപ്പെട്ടു. ഇതോടെ പിന്തുടർന്ന് വന്ന വാഹനം നഷ്ടമായി. ഇതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. അനീഷ്, ഈ ആട് ഷമീർ എന്തിനാണ് അവിടെ എത്തിയത് എന്നതായിരുന്നു ഇയാൾ കസ്റ്റഡിയിലായപ്പോൾ തൊട്ടുള്ള പ്രധാന സംശയം. എന്താണിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? ശ്രീജ, കൊടുവള്ളിയിലെ ഒരു ഓഡിറ്റോറിയത്തിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത്. അവിടേക്ക് വിവാഹ സംഘം എത്തുന്നു. ആ വിവാഹ സംഘത്തിലെ ആളുകളെ ഓഡിറ്റോറിയത്തിൽ ഇറക്കിയ ശേഷം വാഹനം പിന്നോട്ട് വരുന്നു. അവിടെ ഒരു പമ്പുണ്ട്. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വെച്ച് വാഹനം തിരിച്ച് വീണ്ടും പഴയ ഇടത്തേക്ക് പോകാം എന്ന് കരുതിയാണ് ഈ വിവാഹ പാർട്ടിയുടെ ബസ് എത്തുന്നത്. പക്ഷേ ഈ വാഹനം തിരിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഗതാഗത തടസ്സം, നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു ബസ് തിരിക്കുമ്പോൾ അവിടെ ചെറിയ വാഹന തടസ്സമൊക്കെ ഉണ്ടാവും. അത്തരമൊരു തടസ്സം ഉണ്ടായപ്പോഴാണ് ഈ ഷമീർ സംഘവും പ്രകോപിതരായി ഈ വാഹനത്തിന്റെ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ തിരിഞ്ഞതും അവരെ ആക്രമിക്കുകയും ചെയ്ത് വാഹനം മുന്നിൽ വിലങ്ങിയിടുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. ഒപ്പം പടക്കമെറിഞ്ഞു. ഒരു പടക്കം പൊട്ടി. അത് പെട്രോൾ പമ്പിന്റെ അടുത്ത് വെച്ച് ഒരു പടക്കം പൊട്ടി. മറ്റൊരു പടക്കം തെറിച്ച് വീണത് പെട്രോൾ പമ്പിനുള്ളിലേക്കാണ്. പക്ഷേ ഭാഗ്യവശാൽ ആ പടക്കം പൊട്ടാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തിരുന്നു. എന്തായാലും ആ സമയം മുതൽ പോലീസ് ആലോചിക്കുന്നുണ്ട്, കേവലം ഒരു വാഹനം തിരിക്കുന്ന സമയത്തൊരു ഗതാഗത തടസ്സം ഉണ്ടായാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം എന്താണ് ഇവരുടെ ധൃതി എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയത്. ഒരു കൊട്ടേഷന് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു. ഒരു വാഹനത്തെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ബസ് തിരിക്കുന്ന സമയം വന്നപ്പോൾ മുന്നിൽ വന്ന വാഹനം മുന്നിലേക്ക് നിർത്താതെ പോവുകയും ഇവർക്ക് ആ കൊട്ടേഷൻ ഇരയെ പിന്തുടരാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പൂർണ്ണമായും ഇവരുടെ റഡാറിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷുഭിതരായ സംഘം അക്രമാസക്തരായി മാറുകയും പടക്കമെറിയുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഷമീറും സംഘവും സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് കുറച്ച് ദൂരം പിന്നിട്ട ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തുകയും ബലപ്രയോഗത്തിലൂടെ ഇവരെ കീഴടക്കുകയും ചെയ്തത്. അത് പോലീസ് എത്തിയപ്പോഴും കീഴടങ്ങാൻ തയ്യാറാവാത്ത രീതിയിലാണ് ഇവർ നിന്നത്. പോലീസ് വാഹനത്തെ പിന്നോട്ടെടുപ്പിച്ച് ആ വാഹനത്തിനെ ഇടിപ്പിക്കുകയും വാഹനത്തിന് വലിയ തകരാറ്, ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് രൂപയുടെ അറ്റകുറ്റപ്പണികൾ ആ വാഹനത്തിന് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം 3 പോലീസുകാരെ മർദ്ദിച്ചു. പോലീസ് വാഹനത്തിന് നേരെ പടക്കമെറിഞ്ഞൊക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ സമീപത്തുള്ള നാട്ടുകാർ സംഘടിക്കുകയും പോലീസുകാരുടെ സഹായത്തിനെത്തുകയും ഇവർ കൂടി ചേർന്നാണ് ഈ പ്രതികളെ പിടികൂടിയത്. വാഹനത്തിനുള്ളിൽ തോക്കും വടിവാളും പടക്കവും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തോക്ക് അതിനു മുമ്പ് മാറ്റിയോ എന്ന ഒരു സംശയമുണ്ട്. വയനാട് സ്വദേശിയായ ഒരാൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷനായിരുന്നു ഈ സംഘം ഏറ്റെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പേരെ, ഷമീർ അടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാൾ സ്ഥലത്തു നിന്നും ഓടി
രക്ഷപ്പെട്ടു. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ ഈ താമരശ്ശേരി കൊടുവള്ളി സ്വദേശിയായ ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലും ഒരു ആളെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലും ഒരു കൊലക്കേസിലും അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ ഷമീറും കൂട്ടാളികളുമൊക്കെ. അതുകൊണ്ട് ഈ നേരത്തെ തന്നെ ഈ കൊടുവള്ളിയിലെ വെട്ടുകേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അയാളെ തെരഞ്ഞു വന്നതാണോ എന്നടക്കമുള്ള ചില സംശയങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഇന്നലെ പരിക്കേറ്റ നിലയിലായിരുന്നു ഈ പ്രതിയെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടിയത്. അവരെ രാത്രിയാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ വൈകാതെ നടത്തും. ആരാണ് കൊട്ടേഷൻ നൽകിയത്, ആരെ കൊല്ലാനായി അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കൊട്ടേഷന് വേണ്ടിയാണ് പോയത് എന്നടക്കമുള്ള വിശദാംശങ്ങളൊക്കെ പോലീസ് ഇവരോട് ചോദിച്ചു വരികയാണ്. ശ്രീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. അതേസമയം ഇന്നലെ കോഴിക്കോട്ട് നിന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു കോഴിക്കോട് സംഘം ചേർന്നൊരു യുവാവിനെ തല്ലിക്കൊലപ്പെടുത്തിയത്. ആ കേസിൽ 8 പേർക്കായാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി നടക്കുന്നത്. 10 പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സുഹൃത്തിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മായനാട് സ്വദേശിയായ സൂരജിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ അജയ്, വിജയ്, ഇവരുടെ അച്ഛൻ എന്നിവരൊക്കെ അടക്കം ഉള്ളവരാണ് കസ്റ്റഡിയിലായത്. ഒരിടവേള കൂടി. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രഹാമിന്റെ പേരിൽ CBI രജിസ്റ്റർ ചെയ്ത കേസ് ഇന്ന് കോടതി പരിഗണിക്കും. അഴിമതി നിരോധന നിയമപ്രകാരം CBI കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത കേസാണ് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി പരിഗണിക്കുക. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. വിവരങ്ങളുമായി VV വിനോദ് ചേർന്നു. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ KM എബ്രഹാം ഈ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ഇന്നലെയും പ്രതിപക്ഷ നേതാവൊക്കെ കാര്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു. അതിനിടയിലാണ് ഈ CBI രജിസ്റ്റർ ചെയ്ത് കേസ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 2015 ധനവകുപ്പിലുണ്ടായിരുന്നപ്പോൾ KM എബ്രഹാം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് പരാതി. തിരുവനന്തപുരത്ത് ഫ്ളാറ്റുകൾ, ആഡംബര ഫ്ളാറ്റുകൾ, അതോടൊപ്പം തന്നെ കൊല്ലത്ത് ഷോപ്പിംഗ് മാൾ തുടങ്ങിയവ സമ്പാദിച്ചത് ഈ അനധികൃതമായ നീക്കത്തിലൂടെയാണ്. അങ്ങനെയുള്ള ധനസമാഹരണത്തിലൂടെയാണ് ഈ വസ്തുക്കൾ സ്വന്തമാക്കിയതെന്നാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ജോമോൻ പുത്തമ്പരയ്ക്കലാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെ വിജിലൻസ് ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയിരുന്നു. CBI കോടതി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ വിജിലൻസിൻ്റെ കൈവശമുള്ള വിവരങ്ങളടക്കം CBIക്ക് കൈമാറണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. CBI കൊച്ചി യൂണിറ്റാണ് ഈ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. അതിൽ പരാതി FIR രജിസ്റ്റർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തിരുവനന്തപുരത്ത് CBI കോടതിയിൽ സമർപ്പിക്കുകയുമായിരുന്നു. ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇതിൽ KM എബ്രഹാമിൻ്റെ വിശദീകരണം വന്നത്, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ താൻ കിഫ്ബിയുടെ CEO സ്ഥാനത്ത് നിന്നുൾപ്പെടെ മാറാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഈ ഗസ്റ്റ് ഹൗസുകൾ അനധികൃതമായി ഉപയോഗിച്ചു. ജോമോൻ പുത്തമ്പുരയ്ക്കൽ നേരത്തെ അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. ഇതിലെ വൈരാഗ്യമാണ്. മാത്രമല്ല മറ്റ് 2 മുൻ ഉന്നത ഉദ്യോഗസ്ഥർ
IAS ഉദ്യോഗസ്ഥർ, അതിൽ ജേക്കബ് തോമസ് ഉൾപ്പെടെയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇവർ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യമാണ്. ജേക്കബ് തോമസിന് തന്നോട് വൈരാഗ്യമുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉൾപ്പെടെ കാര്യങ്ങൾ ധരിപ്പിച്ചതിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നത് ഇത് അനധികൃത സ്വത്ത് സമ്പാദനം തന്നെയാണ്, കൃത്യമായ അന്വേഷണം വേണം, 2015 നടന്ന അഴിമതിയാണ്, ഇക്കാര്യത്തിൽ CBIയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ സത്യം പുറത്തുവരും എന്ന നിലപാടാണ് പരാതിക്കാരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീജ, PV വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മോസ്കോ അഴകാത്തുപടി കണ്ണമ്പള്ളി വീട്ടിൽ മല്ലികയാണ് മരിച്ചത്. ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് സ്ഥിരം വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കുന്നതായി മല്ലിക പോലീസിൽ പരാതി നൽകിയിരുന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? ഒരു കൊലപാതക പ്രാഥമിക സൂചനകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ്. ഇയാൾ തന്നെ, ഈ ഭർത്താവ് അനീഷ് തന്നെയാണ് ആംബുലൻസിൽ വിവരം അറിയിച്ച് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആംബുലൻസ് ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചതെന്ന് സൂചനയുണ്ട്. എന്തായാലും അനീഷ് പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർ തമ്മിൽ സ്ഥിരം പ്രശ്നമുണ്ടായിരുന്നു. ഇയാൾ മദ്യപാനിയാണ്. മദ്യം കഴിച്ച ശേഷം വന്ന് സ്ഥിരം വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ പോലീസ് പരിശോധനയിലാണ്. ഇതെന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമമാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായ ശേഷം മല്ലികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നത് ഈ പരിശോധനയിൽ വ്യക്തമാകും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. OTT സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കങ്ങൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു ദേശീയ ഉള്ളടക്ക നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ജസ്റ്റിസുമാരായ BR ഗവായ്, അഗസ്റ്റിൻ ജോർജ് മാസിഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുക. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഷംന, എന്തൊക്കെയാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഹർജി? ശ്രീജ, ഇതൊരു പൊതു താൽപര്യ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതായത് പ്രായപൂർത്തിയാകാത്തവർ, കുട്ടികൾ, ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയും OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ലൈംഗികത ഉള്ള കണ്ടന്റുകൾ അത് നിയന്ത്രിക്കാതെ ഈ ഫോണുകളിലും മറ്റും OTT പ്ലാറ്റ്ഫോമുകളിലും മറ്റും വരുമ്പോൾ അത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നു. മോശം ചിന്താഗതികൾ കുട്ടികളുടെ ഉള്ളിൽ വളർത്താൻ ഇടയാക്കുന്നു. മറ്റ് അക്രമ സ്വഭാവത്തിലേക്ക് വരെ നയിക്കുന്ന തരത്തിലേക്ക് കുട്ടികളുടെ മാനസികാവസ്ഥയെ കൊണ്ടെത്തിക്കുന്നു എന്നൊക്കെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൃത്യമായ ഒരു സ്ട്രീമിംഗ് പോലും ഇല്ലാതെയാണ് പല പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകളിലടക്കം ഇത്തരം കണ്ടന്റുകൾ എത്തുന്നത്. ഇത് വളരെ മോശമായി തന്നെയാണ് മുതിർന്നവരിലും കുട്ടികളിലെയും ഇത് ബാധിക്കുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹർജി. അതുകൊണ്ട് തന്നെ ഇത്തരം കണ്ടന്റുകൾ കൃത്യമായി സ്ട്രീം ചെയ്യാനുള്ള ഒരു അതോറിറ്റിയെ ഉണ്ടാക്കണം. ആ അതോറിറ്റി നിലവിൽ വരുന്നത് വരെ ഇത്തരം കണ്ടന്റുകൾ പൂർണ്ണമായും OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ ടെലഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിൽ പോലും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ധാരാളമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ വ്യാപകമായി തന്നെ ഈ ലൈംഗികതയുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട കണ്ടന്റുകൾ, ഈ ഫോട്ടോകളൊക്കെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലൊക്കെ ടെലഗ്രാം അക്കൗണ്ടുകൾ പോലും മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് ഈ OTT പ്ലാറ്റ്ഫോമുകളിലടക്കം ഇതുപോലുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ ധാരാളമായി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതൊരു പൊതു താൽപര്യ ഹർജിയായി കോടതിക്ക് മുമ്പിൽ എത്തിയത്. എന്തായാലും ഇന്ന് കോടതി വിധി പറയുകയാണ്. ഏറെ നിർണായകമായ ഒരു വിധി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെയുള്ള സിനിമകൾ, മറ്റ് സീരീസുകളിലൊക്കെ ഇത്തരം കണ്ടന്റുകൾ ധാരാളമായി വരുന്നുണ്ട് എന്നുകൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കോടതി ഇതിലൊരു വിധി പറയുമ്പോൾ, അതായത് ഇത്തരം കണ്ടന്റുകൾ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ കൃത്യമായി ഇത് സെൻസർ ചെയ്യാൻ ഒരു അതോറിറ്റി രൂപം നിലവിൽ വരണമെന്നൊക്കെ കോടതി വിധി പറയുകയാണെങ്കിൽ അത് ഏറെ നിർണായകമാകുമെന്ന് കൂടി മനസ്സിലാക്കുന്നു. ശ്രീജ, ശരി. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി വൈകിയേക്കുമെന്ന റിപ്പോർട്ടുകൾ. ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനോ ഒഴിവാക്കാനോ തന്നെ സാധ്യതയുണ്ടെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. കശ്മീരിലെ 2 മണ്ഡലങ്ങളിലും നിലമ്പൂരിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. എന്നാൽ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതും ഉടനുണ്ടാവില്ല.
6 സംസ്ഥാനങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ നടത്തിയത്. മെയ് 5-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിലെ നിലമ്പൂരിന് പുറമെ ജമ്മു കശ്മീർ, ഗുജറാത്ത്, ബംഗാൾ, മണിപ്പൂർ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഗുജറാത്തിലും ജമ്മു കശ്മീരിലും 2 മണ്ഡലങ്ങൾ വീതവും മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളുമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ജമ്മു കശ്മീരിൽ ബഡ്ഗാം, നാഗ്രോട്ട മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുക എളുപ്പമല്ല. ഒന്നുകിൽ 6 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളും മാറ്റിവെക്കണം, അല്ലെങ്കിൽ കശ്മീരിൽ മാത്രം തെരഞ്ഞെടുപ്പ് പിന്നത്തേക്കാക്കണം. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം. നിലമ്പൂരിൽ ജൂലൈ 13-നകം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. മെയ് അവസാന ആഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപനവും വരേണ്ടതായിരുന്നു. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ കുട്ടനാട്ടിലും ചവറയിലും ചെയ്തതുപോലെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ്. അത് തിരിച്ചറിഞ്ഞാണ് ഈ മാസം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് PV അൻവർ പറഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം.